ഹായ് സ്റ്റുഡൻസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, ബിസിനസ്സിലേക്ക് എങ്ങനെ ക്യാഷ് വരുന്നു അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അത് രണ്ട് മെത്തേഡിൽ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. അപ്പോൾ അത് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും പറയുന്നതിന് മുന്നേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് എത്ര പാർട്ടായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. സെക്കൻഡ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. തേർഡ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് പറഞ്ഞല്ലോ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൽ മാത്രമാണ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡിലും ഡിഫറൻസ് വരുന്നത്. ബാക്കി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻസിങ് ആക്ടിവിറ്റീസും രണ്ട് മെത്തേഡിലും സെയിം ആയിരിക്കും. ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും സെയിം ആയിരിക്കും. ഈ ഫസ്റ്റ് പാർട്ട് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം കാണിച്ചിട്ടുള്ള വീഡിയോ, ഡയറക്റ്റ് മെത്തേഡിൻ്റെതും ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെതും. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് പാർട്ട് പറയുന്നില്ല, കാരണം ഫസ്റ്റ് പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അത് മുന്നേ ഉള്ള വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കാം. സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ചെയ്ത് അതെങ്ങനെ ഫൈനലൈസ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാനൊന്ന് റഫായിട്ട് വായിക്കാം. ഫസ്റ്റ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതിന് വരുന്നത് ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസും ക്യാഷ് പേയ്മെൻറ്റ്സ്, പർച്ചേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് വരുമ്പം മൈനസ് ചെയ്തത് കൊണ്ട് നെഗറ്റീവ് ഐറ്റം കാണിക്കാൻ വേണ്ടി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും എമൗണ്ടിന്. അപ്പോൾ ക്യാഷ് റെസീറ്റ്സിന് ക്യാഷ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻകം ടാക്സ് പേയ്മെൻ്റ് ആണല്ലോ, പേയ്മെൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. അതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുക. എക്സ്ട്രാ ഓർഡിനറി ഐറ്റം റെസീറ്റ്സ് ഉണ്ടാകാം, പേയ്മെൻറ്റ്സ് ഉണ്ടാകാം. അപ്പോൾ റെസീറ്റ്സ് ആണെങ്കിൽ ആഡ് ചെയ്യുക, പേയ്മെൻ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ഔട്ടർ കോളത്തിൽ വെക്കുക. പിന്നെ ഞങ്ങൾ സെക്കൻഡ് പാർട്ട് ചെയ്യുക, അതവിടെ വെക്കുക ചെയ്യേണ്ടത് ലാസ്റ്റേ പിന്നെ അത് എടുക്കണ്ടു. പിന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യുക, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് പർച്ചേസ് ഓഫ് അസറ്റ്സും സെയിൽ ഓഫ് അസറ്റ്സും, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്. സാധാരണയായിട്ട് ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് ഫിക്സഡ് അസറ്റ്സിൻ്റെ സെയിലും പർച്ചേസും നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നത് ഫസ്റ്റ്, പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വിറ്റാൽ ക്യാഷ് റെസീറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് റെസീറ്റ്സ് ആയതുകൊണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ദെൻ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷനാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ് മറ്റൊരു കമ്പനിയുടെ ഷെയർ നമ്മുടെ കമ്പനി വാങ്ങുവാണെങ്കിൽ ആ മറ്റൊരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷനാണ് ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അതും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. അപ്പോൾ ഇതെല്ലാം ക്യാഷ് റെസീറ്റ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആണ് വരിക, അതുകൊണ്ട് അത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ദെൻ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതും പേയ്മെൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. പോസിറ്റീവ് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുക, നെഗറ്റീവ് ഐറ്റംസ് ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ഔട്ടർ കോളത്തിൽ ഇട്ട് കൊടുക്കുക. അതാണ് നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, നെഗറ്റീവ് ആണെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. യൂസ് ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് അതവിടെ വെക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ അവിടെ വെച്ചിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ അവിടെ വെച്ചിട്ടുണ്ട്. തേർഡ് പാർട്ട് ചെയ്യുക, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അതിൽ വരുന്നത് ഷെയർസ്, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡ് വെച്ചിട്ടാണ് ഇത് നോക്കുന്നത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് വെച്ചിട്ട്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് നോക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡ് വെച്ചിട്ട്. അപ്പോൾ അത് നോക്കുന്നത് ഫസ്റ്റ് വരുന്നത് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് റെസീറ്റ്സ് ആയിരിക്കും. ദെൻ പ്രൊസീഡ്സ് ഫ്രം ഡിബഞ്ചർ ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്,
അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും ലോൺ വാങ്ങിയാലും ക്യാഷ് ബിസിനസ്സിലേക്ക് വരുവാണ്, ക്യാഷ് റെസീറ്റ്സ് ആണ്. അതും ഇവിടെ ഇട്ട് കൊടുക്കണം. ദെൻ അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ഐറ്റമാണ്, ക്യാഷ് റെസീറ്റ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ബോറോയിങ്സ് തിരിച്ചടക്കുവാണെങ്കിൽ അത് റീപേയ്മെൻ്റ് ആയിരിക്കും. അത് ബിസിനസ്സിന് പോകുന്ന ക്യാഷ് ആയിരിക്കും, ക്യാഷ് പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നെഗറ്റീവാണ്. ബിസിനസ്സിന് പുറത്ത് പോകുന്നതൊക്കെ നെഗറ്റീവ്. ദെൻ റിഡംഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചറും ഷെയറും റിഡീം ചെയ്യാന്ന് പറയുമ്പോൾ തിരിച്ചു വാങ്ങുന്നത്, അങ്ങനെയാണെങ്കിൽ അതും പേയ്മെൻ്റ് ആയിരിക്കും, ക്യാഷ് പേ ചെയ്യേണ്ടി വരും. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതാണ് ഇൻട്രസ്റ്റ് പെയ്ഡ്, കൊടുക്കുന്നതാണ് ഇവിടെ വരുന്നത്. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഷെയറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ. അപ്പോൾ ഈ പേയ്മെൻ്റ് ഒക്കെ നെഗറ്റീവും റെസീറ്റ്സ് പോസിറ്റീവുമാണ്. ഈ പോസിറ്റീവ് ഐറ്റം ആഡ് ചെയ്യുക, നെഗറ്റീവ് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്യുക, പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ലെസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ പോസിറ്റീവ് ഐറ്റം ആയിരിക്കും റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് ഐറ്റം ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ ഇടുക, നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്നിട്ട് കാണിക്കുക. അപ്പോൾ 3 പാർട്ടിൻ്റെയും റിസൾട്ട് ഇവിടെ ഔട്ടർ കോളത്തിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്, തേർഡ് പാർട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡ്. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സോ കറണ്ട് ലാബിലിറ്റീസോ എടുക്കുന്നില്ല. ഇനി ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ നെറ്റ് എമൗണ്ടും സെക്കൻഡ് പാർട്ടിൻ്റെ നെറ്റ് എമൗണ്ടും തേർഡ് പാർട്ടിൻ്റെ നെറ്റ് എമൗണ്ടും അത് ചിലപ്പം പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുണ്ടായിരിക്കാം. അത് മൂന്നും അഡ്ജസ്റ്റ് ചെയ്യുക. പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് വരുവാണെങ്കിൽ പോസിറ്റീവ് ഐറ്റംസ് ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ലെസ് ചെയ്യാൻ വേണ്ടത്. ആ കിട്ടുന്ന ആൻസറാണ് ഇവിടെ കാണിക്കുന്നത്. അത് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടത്. പോസിറ്റീവ് ആണെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ്, നെഗറ്റീവ് ആണെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ്, അങ്ങനെയാണ് കാണിക്കേണ്ടത്. അതിനോടുകൂടി ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് അറ്റ് ദ ബിഗിനിങ്, അതായത് കറണ്ട് അസറ്റായ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, അതുപോലെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് മൂന്നിൻ്റെതും ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ആഡ് ചെയ്യാം. അതായത് ഈ 3 എമൗണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയ എമൗണ്ടിനോടുകൂടി ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ് കിട്ടണം. ഇതിൽ നിന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണിത്. ഇത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റിന് ഈക്വലായിട്ട് ഇരിക്കണം, എങ്കിൽ മാത്രമേ ഈ ചെയ്തത് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് നിങ്ങൾ മേലെ ചെയ്യുന്ന ഒന്നിലും എടുക്കാൻ പാടില്ല. ഇതിപ്പം ഡയറക്റ്റ് മെത്തേഡിൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും വരുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പം കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് എടുക്കാൻ പാടില്ല. അത് എപ്പോഴും താഴെ ലാസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ഓക്കെ, വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. ഓക്കെ.